അങ്ങനെ നമ്മളെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ബാബ്സ് ടെമ്പിളിൽ വരണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളെ ഇവിടെ ബാബ്സ് ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ അപ്പോൾ ഞങ്ങളിത് പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് നേരെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രജിസ്ട്രേഷൻ. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ചെയ്തിട്ടില്ല. ഓൺലൈനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. മന്ദിർ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരേണ്ട കാര്യമില്ല. നമുക്ക് ഫോണിൽ കൂടെ തന്നെ വീട്ടിൽ തന്നെ ചെയ്തിട്ട് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് പാസ്പോർട്ട് അല്ലെങ്കിൽ എംബ്രൈറ്റ്സ് ID രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് വേണം. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് സ്ലോട്ട് ചൂസ് ചെയ്യുക, ഡേറ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരാം. ഇനി നമുക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റാത്തവർക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട്, അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ QR കോഡൊക്കെ കാണിച്ച് അകത്തേക്ക് കയറി. അകത്ത് നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് എൻട്രൻസിലേക്ക് കയറിയേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുവാണ്. ഇതാണ് അമ്പലത്തിൻ്റെ എത്ര പേര് വന്നാലും ചെരുപ്പൊക്കെ കാണാനുള്ള നല്ല സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഷൂ ഹൗസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ബാബ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഐക്യം എന്ന് പറഞ്ഞ പല ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. കണ്ടോ? നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പം നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കുറച്ച് സ്റ്റെപ്സൊക്കെ കയറി, ഇത്രയും സ്റ്റെപ്സ് കയറി നമ്മൾ മുകളിലേക്ക് വരാം. നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കുമ്പോൾ. നമുക്കിനി അമ്പലത്തിലേക്ക് പോകാം. അപ്പം അമ്പലത്തിലേക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ, രണ്ട് സൈഡും. ഈ നടക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങോട്ട് ലിഫ്റ്റിലൊക്കെ നമുക്ക് വരാൻ പറ്റും, ഈസി ആയിട്ട് വരാൻ പറ്റും. ബാബ് ടെമ്പിളിൻ്റെ ഓരോരോ ചെയ്തു വെച്ച രക്ഷയില്ല, സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ശില്പങ്ങളൊക്കെ കൊത്തി, മാർബിളിലൊക്കെ കൊത്തി അടിപൊളിയാക്കി, ലൈറ്റും എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏത് നോക്കണം എന്നുള്ള കൺഫ്യൂഷനായിരിക്കും, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കഥകളെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ എല്ലാം ഉള്ളത്. കുചേലൻ്റെ പാദം ശ്രീകൃഷ്ണൻ പാദപൂജ ചെയ്യുകയാണ്. ദ്രൗപദീൻ്റെ വസ്ത്രാക്ഷേപമാണ്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപമാണ്. വിശ്വാസികൾ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുകയാണ്. ശ്രീകൃഷ്ണൻ എന്നിട്ട് വസ്ത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാരഥി പ്രാർത്ഥന ഉപദേശം കൊടുക്കുന്ന കൃഷ്ണനാണ്. മഹാഭാരതം.
അങ്ങനെ ഞങ്ങൾ ഗംഗാ ആരതി കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ നാരായണ ഗേറ്റിൽ 7:30 ഗംഗാ ആരതി ഉണ്ട്. അപ്പം നമ്മൾ കാണാൻ പോവാണ്. അപ്പം നമ്മൾ ആരതിക്ക് വേണ്ടിയിട്ട് താമരയോ ആ താമര BAPS हिंदू मंदिर in Abu Dhabi. गंगा पूजन एवं गंगा आरती हमारे आध्यात्मिक जीवन का एक महत्वपूर्ण है. And Ganga Aarti are spiritually elevated, connecting us with nature and divinity. सभी दर्शनार्थी गंगा आरती का लाभ अपने स्थान पर बैठे बैठे ही प्राप्त करेंगे. आरती के लिए जिनके पास दिए हैं उनसे नम्र निवेदन कि आप अपना दिया स्विच ऑन करें. अन्य दर्शनार्थी भी ताली नाद के साथ आरती में जुड़ेंगे. അപ്പം നമ്മൾ ഗംഗാരതിയൊക്കെ കഴിഞ്ഞു ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ബാപ്സ് ടെമ്പിളിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. നരേന്ദ്രമോദി ഇനാഗ്രേഷൻ ചെയ്ത വീഡിയോ ആണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയുമായി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും.